കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയായ DK ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് നിർവ്യാജം മലയാളികളോട് മാപ്പ് ചോദിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുമായ DK ശിവകുമാർ ഇന്നലെ നടത്തിയത് കേരള വിരുദ്ധ പ്രസ്താവനയാണ്. കേരള വിരുദ്ധം മാത്രമല്ല, അത് ദേശവിരുദ്ധവും കൂടിയാണ്. മലയാളികളെ പരസ്യമായി അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. കേരളം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഭിചാരക്രിയകളുടെയും നാടാണെന്നും മലയാളികൾ പ്രാകൃതരാണെന്നും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയായ DK ശിവകുമാർ നടത്തിയത്. കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിന് സമീപം യാഗം നടത്തിയെന്നും ആ യാഗത്തിൻ്റെ പേര് ശത്രു വൈഭവ യാഗമെന്നാണെന്നും ആ യാഗത്തിൽ 21 ആടുകളെ, 21 പോത്തുകളെ, 21 ചെമ്മരിയാടുകളെ, 5 പന്നികളെ ബലി നൽകിയെന്നുമാണ് DK ശിവകുമാർ പരസ്യമായി നടത്തിയ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത്. ഈ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ അപമാനിക്കാനാണ്, അവഹേളിക്കാനാണ് DK ശിവകുമാർ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഈ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് മലയാളികളോട് നിർവ്യാജം മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. കാരണം ഇത്തരമൊരു സംഭവം കേരളത്തിലെ ജനങ്ങൾക്ക് കേട്ടുകേൾവി പോലുമില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാധ്യമ സുഹൃത്തുക്കളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന കേരളത്തിലെ മുഴുവൻ ഭക്തന്മാരുടെയും ആരാധനാ കേന്ദ്രമായിട്ടുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ സമീപമാണ് ഈ യാഗം നടത്തിയതെന്നാണ് ഒരു ഉപമുഖ്യമന്ത്രി പറയുന്നത്. സത്യത്തിൽ ഇത് രാജരാജേശ്വര ക്ഷേത്രത്തെ അപമാനിക്കുക. രാജരാജേശ്വര ക്ഷേത്രത്തെ തങ്ങളുടെ ഏറ്റവും ആദരണീയമായ ആരാധനാലയമായി കരുതുന്ന ഭക്തജനങ്ങളോടുള്ള അവഹേളനമാണിത്. മാത്രമല്ല, ഇതുമൂലം രാജരാജേശ്വര ക്ഷേത്രം ആഭിചാരക്രിയയുടെ കേന്ദ്രമാണെന്നും ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാവുകയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ, കണ്ണൂർ ജില്ലയിലെ ജനങ്ങളെ, ഭക്തജനങ്ങളെ എല്ലാവരെയും അപമാനിക്കുകയാണ്. എവിടെ നിന്നാണ് ശിവകുമാറിന് ഈ വിവരം ലഭിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു, എനിക്ക് ആധികാരികമായി കിട്ടിയ വിവരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മൃഗങ്ങളുടെ കണക്കുകളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഇതിനപ്പുറത്ത് മലയാളികളെ അപമാനിക്കാനുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേരള വിരുദ്ധ പ്രസ്താവന, മലയാളികൾ അപമാനിക്കുന്ന ഈ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരക്ഷരം ഉരിയാടി കിട്ടില്ല. കേരളത്തെ ഇങ്ങനെ പരസ്യമായിട്ട് ആഭിചാരക്രിയയുടെ, അന്ധവിശ്വാസത്തിൻ്റെ, അനാചാരത്തിൻ്റെ നാടാണെന്ന് ഒരു ഉപമുഖ്യമന്ത്രി പരസ്യ പ്രസ്താവന നടത്തിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പ്രതിബദ്ധതയുണ്ടെങ്കിൽ KPCCയുടെ നേതൃത്വം ഇതിനെ തള്ളിപ്പറയേണ്ടതായിരുന്നു. KPCC നേതൃത്വം മാത്രമല്ല, ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഇടപെടേണ്ടതായിരുന്നു. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ അപമാനിക്കുക,
മറ്റൊരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവന നടത്തുക, അത് നമ്മുടെ ദേശീയ ഐക്യത്തിനും ദേശീയ അഖണ്ഡതയ്ക്കും അപകടകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കേരളം, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് കേരള വിരുദ്ധ പ്രസ്താവന മാത്രമല്ല, സത്യത്തിൽ ദേശവിരുദ്ധ പ്രസ്താവന കൂടിയാണ്. ദേശവിരുദ്ധതയാണ് ഈ ശിവകുമാറിൻ്റെ, കർണാടക ഉപമുഖ്യമന്ത്രിയുടെ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിരുന്നു. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മലയാളിയാണെന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലക്കാരൻ കൂടിയാണ്. പക്ഷെ അദ്ദേഹവും മൗനം പാലിക്കുന്നു. അപ്പോൾ നിലവിൽ IND സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസും CPM-ഉം കേരളത്തിൽ മൗനം പാലിക്കാനാണ് തയ്യാറാകുന്നത്. ശക്തമായ പ്രതിഷേധവുമായിട്ട് അവർ രംഗത്ത് വന്നിട്ടില്ല. ഒരുപക്ഷെ അത് രാഷ്ട്രീയ കാരണമായിരിക്കാം. കാരണം ജൂൺ 4-ാം തീയതി വോട്ടെണ്ണാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഇന്നത്തെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം കേരളത്തിലും ദേശീയ തലത്തിലും ഉണ്ടാകാൻ പോകുന്ന മുന്നണിയിലെ രണ്ട് പ്രധാന ഘടകകക്ഷികളാണ് കോൺഗ്രസും CPM-ഉം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ ഈ 3.25 കോടിയിലധികം വരുന്ന മലയാളികളെ പരസ്യമായി അപമാനിച്ചിട്ടും CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ കേരള മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്, KPCC നേതൃത്വം മൗനം പാലിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വരാനിരിക്കുന്ന നാളുകളിൽ ദേശീയ തലത്തിലും കേരളത്തിലും ഉണ്ടാകാവുന്ന മുന്നണി സംവിധാനത്തോടാണ് അദ്ദേഹത്തിൻ്റെ വിധേയത്വം, അല്ലെങ്കിൽ മലയാളികളോടും കേരളത്തോടുമാണോ അദ്ദേഹത്തിൻ്റെ വിധേയത്വമെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വവും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും DK ശിവകുമാറിൻ്റെ പ്രസ്താവന അംഗീകരിക്കുന്നുണ്ടോ അത് തള്ളിപ്പറയുന്നുണ്ടോ എന്നവർ വ്യക്തമാക്കണം.